ഇന്നത്തെ റെസിപ്പിയായി നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ? അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേബേജ് ഉപ്പേരിയാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പാൻ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഞാനിവിടെ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യമായി കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടുകെല്ലാം പൊട്ടിത്തീർന്നതിൻ്റെ ശേഷം മാത്രമേ ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്കിനി വറ്റലമുളക് ചേർത്ത് കൊടുക്കാം. വറ്റലമുളക് പെട്ടെന്ന് വറുത്ത് വരും, അതുകൊണ്ട് നമുക്കതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില നമ്മൾ ഇട്ടോടനെ ചെറുതായി ഒന്ന് ശ്രദ്ധിക്കണം, കാരണം വേപ്പിലയിൽ വെള്ളം നനവുള്ളത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടോടനെ ഇത് നന്നായി ഒന്ന് പൊട്ടിത്തെറിക്കും. നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കേബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളിയോ പച്ചമുളകോ ചേർക്കാതെ തന്നെ കേബേജ് ഇട്ടതിൻ്റെ കാരണം കേബേജിന് നല്ലൊരു വേവിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കേബേജ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ കേബേജ് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാബേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി കാബേജിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ കാബേജ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഈ കാബേജിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് 2 വലിയ മുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നമുക്കിനി ഈ 2 വലിയ മുളക് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറുതായി ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കാബേജിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസുമായിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമുക്ക് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാം, നമ്മുടെ കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാബേജ് ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് റെസിപ്പി.